ഹൈ സ്റ്റുഡൻസ്, ഇന്ന് ഇവിടെ നമ്മുടെ ക്യാപിറ്റസിൻ്റെ പേജിൽ നമ്മൾ മാർച്ചിൽ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ +2 സ്റ്റുഡൻസിനും വേണ്ടിയിട്ടുള്ള റിവിഷൻ ക്യാമ്പ് നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിൽ ഓൾമോസ്റ്റ് +2 സിലബസിലുള്ള എല്ലാ സബ്ജക്റ്റുകളും നമ്മളിവിടെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ്. നമുക്കറിയാം, ഒരുപാട് എൻട്രീസും അതുപോലെ തന്നെ ഒരുപാട് കോംപ്ലിക്കേഷൻസും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഈ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ഈ അക്കൗണ്ടൻസി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൽ കുറേ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ അറിയാതെ പോകുന്ന കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള ഈ ജേണൽ എൻട്രീസ് എങ്ങനെയാണ് എമേർജ് ആവുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ ആ ജേണൽ എൻട്രീൻ്റെ പിന്നിലുള്ള ഒരു ടെക്നിക്ക് എന്താണെന്നുള്ളതും നമ്മൾ നല്ലപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റ് വളരെ 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 എളുപ്പമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ +2 എന്ന് പറഞ്ഞ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത് പാർട്ണർഷിപ്പിനെ കുറിച്ചാണ്, അല്ലേ? പാർട്ണർഷിപ്പിനെ കുറിച്ച് അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ നമുക്ക് ഈ +2 സിലബസിൽ പഠിക്കാനുണ്ട്. അതായത് എന്താണ് പാർട്ണർഷിപ്പ് എന്നുള്ള കേസും, അതുപോലെ തന്നെ പാർട്ണർഷിപ്പിൽ ഒരു അഡ്മിഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള അക്കൗണ്ടിങ് ടേംസ് എങ്ങനെയൊക്കെയാണ്, അതുപോലെ തന്നെ അക്കൗണ്ടിങ് ടെക്നിക്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ എൻഡായിട്ടുള്ള ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ പാർട്ണർഷിപ്പിൻ്റെ റിട്ടയർമെൻറ്റ് കാര്യങ്ങൾ, ഇത് കംപ്ലീറ്റ് നമുക്ക് ഈ +2 സിലബസിൽ വരുന്നുണ്ട്. നമ്മൾ സിലബസിലോട്ടൊന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അക്കൗണ്ട്സുകളും അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട്, ലെഡ്ജർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ജേണൽ എൻട്രീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ +2 കവർ ചെയ്യാനുള്ളതായിട്ട് തോന്നും. പക്ഷേ ഈ ജേണൽ എൻട്രീസിൻ്റെ ഒക്കെ ബേസിക് എന്താണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, അതുപോലെ തന്നെ എങ്ങനെ നമുക്കിതിൽ അക്കൗണ്ടിനെ റെക്കോർഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ജനറലായിട്ട് മനസ്സിലാക്കിയെടുത്താൽ നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ ഈ +2ൻ്റെ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു പോർഷൻ. ഓക്കെ, അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആണ് ജേണൽ എൻട്രി. അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മളൊന്ന് നല്ലപോലെ ഇരുന്ന് അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ റിവാലുവേഷൻ അക്കൗണ്ട്, അതുപോലെ തന്നെ നമ്മളെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എങ്ങനെയൊക്കെയാണ് എൻട്രി വരിക എന്നുള്ള കാര്യം വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഇത് പാർട്ണർഷിപ്പിൻ്റെ ഇൻട്രൊഡക്ഷൻ. അതായത് നമ്മൾ എന്താണ് പാർട്ണർഷിപ്പ്, അതിൽ എന്തൊക്കെ ഇൻവോൾവ് ആകുന്നുണ്ട്, അതുപോലെ തന്നെ പാർട്ട്നേഴ്സ് ആരാ എന്ന് തുടങ്ങിയിട്ടുള്ള ഈ പാർട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് ഡയറക്റ്റായിട്ട് എൻ്റർ ചെയ്യാം. നമ്മളെ ക്ലാസ്സിൽ നമുക്കറിയാം, നിങ്ങളിവിടെ സ്ക്രീനിൽ PDF ഞാൻ ഷെയർ ആക്കുന്നുണ്ട്. ആ സ്ക്രീനിലുള്ള PDF എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഞാൻ എന്താക്കിയിട്ടുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ അക്കൗണ്ടൻസിയിലുള്ള പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഈ പാർട്ട്നേഴ്സ്, അല്ലേ? പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഡെയിലി ലൈഫിൽ പാർട്ട്നേഴ്സ് ഉണ്ട്. നമ്മുടെ വീട്ടിലുള്ള ഉമ്മ, ഉപ്പ, അമ്മ, അച്ഛൻ, ഇവരൊക്കെ പാർട്ട്നേഴ്സാണ്. ഏത് രൂപത്തിൽ അവരൊക്കെ പാർട്ട്നേഴ്സ് ആവുന്നത്, ഏത് ആംഗിളിലൂടെയാണ് അവർ ഒരുമിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു, അല്ലേ? ഇതേ കൺസെപ്റ്റ് തന്നെയാണ് ഈ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം എന്താണ് ഈ പാർട്ണർഷിപ്പ് എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനേഷൻ ഉണ്ട്. Partnership is a voluntary association of 2 or more persons who agree to carry on a lawful business with the aim of earning profit which they share among themselves. അതായത് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടിലധികമോ ആൾക്കാർ, ഒരാൾ മാത്രം ഉണ്ടാകുമ്പോൾ, അമ്മ മാത്രമാണ് വീട്ടിലുള്ളത്, അല്ലെങ്കിൽ അമ്മ മാത്രം ഒരു പാർട്ണർഷിപ്പാന്ന് പറയാൻ പറ്റും? ഇല്ല, അമ്മേൻ്റെ കൂടെ അച്ഛനും കൂടെ കൂടുമ്പോഴാണ് അതൊരു പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെ, പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിൽ ഒന്നിലധികം ആൾക്കാർ കൂടിയിട്ട് ഒരു ബിസിനസ്സിന്, ലോഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്, എന്താ ഈ ലോഫുൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ, നിയമപ്രകാരം ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ലോഫുൾ ആയിട്ടുള്ള ബിസിനസ് നടത്തുന്ന ഒന്നിലധികമോ ആൾക്കാർ തമ്മിൽ കൂടി നടത്തുന്ന, അല്ലെ, എന്തിനു വേണ്ടിയിട്ട്, ടു ഏൺ പ്രോഫിറ്റ് മോട്ടിവേഷന് വേണ്ടി, അല്ലെങ്കിൽ പ്രോഫിറ്റ് മോട്ടീവായിട്ട് നമ്മൾ നടത്തുന്ന ഒരു ബിസിനസ്സിനാണ് നമ്മൾ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഈ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞ ബിസിനസ് കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യാൻ മീൻസ്, നമുക്ക് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, നമുക്കറിയാലോ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇന്ത്യൻ ഭരണഘടന. അപ്പം ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മളെ പാർട്ണർഷിപ്പിനെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക ആക്ട് തന്നെയുണ്ട്. അതായത് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932. ഏതാണ്? ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932. ഈ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 നമ്മുടെ പാർട്ണർഷിപ്പിനെ കംപ്ലീറ്റ്ലി റെഗുലേറ്റ് ചെയ്യുന്നത്. വിച്ച് മീൻസ്, അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ
പാർട്ണർഷിപ്പിനെ അതിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതും പാർട്ണർഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് പറയുന്നത് പാർട്ണർഷിപ്പ് ആക്ടിലൂടെയാണ്. അപ്പോൾ ആക്ടിൻ്റെ വർഷം ഏതാണ്? 1932. ഓക്കെ അല്ലേ? അപ്പോൾ ഡെഫിനിഷൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. പാർട്ണർഷിപ്പ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺസ് who have agreed to share the profit of business carried on by all or any of them acting for all. അതായത് നമ്മളെ ബിസിനസ് ഒന്നോ അതിലധികമോ ആൾക്കാർ ചേർന്നിട്ട് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ബിസിനസ്സാണ് വിച്ച് ഈസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ആൾ. അത് രണ്ടിലെ പാർട്ട്നേഴ്സ് ഉണ്ട് നമ്മൾ ആദ്യം പറഞ്ഞു. അതിൽ ഒരാൾ സ്ലീപ്പിംഗ് പാർട്ണർ അല്ലെങ്കിൽ ഒരാൾ തീരെ ആക്റ്റീവ് ആവാത്തൊരു പാർട്ണറാണെന്ന് വിചാരിക്കുക, മറ്റേയാളാണ് ഈ പാർട്ണർഷിപ്പിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കുഴപ്പമില്ല, അത് പാർട്ണർഷിപ്പ് തന്നെയാണ്. അതാണ് അവസാനം പറഞ്ഞത് എന്ത്? വിച്ച് ഈസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. എല്ലാവരും കൂടെ കൂടിക്കൊണ്ടുപോകുന്ന ഒരു ബിസിനസ് ആവട്ടെ, ഇനി അതല്ല ഏതെങ്കിലും ഒരാൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ബിസിനസ് ആവട്ടെ, വിച്ച് ഈസ് കോൾഡ് പാർട്ണർഷിപ്പ്. ഓക്കെ ആണോ? ഇതാണ് നമ്മളെ പാർട്ണർഷിപ്പിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ +2 തുടങ്ങിയ സമയം മുതലേ നമ്മൾ കേൾക്കുന്ന ഒന്നാണ് ഈ പാർട്ണർഷിപ്പിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ഈ പാർട്ണർഷിപ്പിൽ 2 ടേംസ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഒന്ന് പാർട്ട്നേഴ്സും ഫേമും. എന്താണ് ഈ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം പാർട്ണർഷിപ്പിലുള്ള 2 ആൾക്കാർ അല്ലെ, ഈ 2 വ്യക്തികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പാർട്ട്നേഴ്സ് എന്ന് വിളിക്കുക. പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലി ദേ ആർ കോൾഡ് പാർട്ട്നേഴ്സ്. അവരെ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ വിളിക്കുക പാർട്ട്നേഴ്സ് എന്നാണ്. അതുപോലെ തന്നെ നമ്മൾ കളക്റ്റീവ്ലി അല്ലേ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പാർട്ട്നേഴ്സിനെ അല്ലെങ്കിൽ ഒരു ഫേം, ഒരു ABC എന്ന് പറഞ്ഞ ഒരു ബിസിനസ് നടത്തുന്ന ഒരു 2-3 ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചോ. ആ 3 ആൾക്കാർ ഇൻഡിവിജ്വലി നമ്മൾ പാർട്ട്നേഴ്സ് എന്ന് വിളിക്കും. അവരെ മൊത്തത്തിൽ നമ്മൾ എന്ത് വിളിക്കും? ഫേം എന്ന് വിളിക്കും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മൊത്തത്തിൽ അവരെ ഫേം എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഇൻഡിവിജ്വലി പാർട്ട്നേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ഇനി ആ ഒരു നെയിം ഓഫ് ദ ബിസിനസ്, ആ ബിസിനസ്സിൻ്റെ പേരിനെ ഫേം നെയിം എന്നും നമ്മൾ വിളിക്കും. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ ബേസിക്കലി എന്താണ് പാർട്ണർഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നേരെ അടുത്തതായിട്ടുള്ള ജനറൽ ഫീച്ചേഴ്സ് ഓഫ് പാർട്ണർഷിപ്പ്. ഈ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഐഫോൺ, അതുപോലെ തന്നെ നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ. ഈ ആൻഡ്രോയിഡ് ഫോണും ഐഫോണും ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അല്ലേ? സ്റ്റിൽ ആൻഡ്രോയിഡിന് ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഐഫോണിന് ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ടായിരിക്കും അവർ ആൻഡ്രോയിഡിനും ഐഫോണൊക്കെ ചൂസ് ചെയ്യുന്നത്? ഒരു ആൻസറേ ഉള്ളൂ, അതിൻ്റെ ഫീച്ചേഴ്സ് മാത്രം അല്ലേ? അതായത് ഐഫോണിൽ നല്ല എല്ലാവർക്കും അറിയുന്ന ഒരു ഫീച്ചർ എന്താണ്? ക്യാമറ ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഐഫോണിൻ്റെ കൂടെ നിൽക്കുന്ന വേറെ ആൻഡ്രോയിഡിൻ്റെ ഫോണുകളുണ്ട് അല്ലേ, അതുപോലെ ക്വാളിറ്റി കിട്ടുന്നത്. അപ്പം ഈ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ, അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഈ ഫീച്ചേഴ്സ് പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ എന്താണോ അറിഞ്ഞിട്ടുള്ളത് അതിലുണ്ട് എല്ലാ ഫീച്ചേഴ്സും. ഓക്കെ, ഒന്നാമത്തെ നമുക്ക് നോക്കാം. ഒന്നാമത് നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്. എന്താണ് നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്? എത്ര ആൾക്കാർ വേണം ഒരു പാർട്ണർഷിപ്പ് ആവണമെന്നുണ്ടെങ്കിൽ? ഒരാൾ മതിയോ? പോരാ, അവിടെ മിനിമം 2 ആണ്. മാക്സിമം 2 കാറ്റഗറി ഉണ്ട്. മാക്സിമം എന്ന് പറയുന്നത് എത്ര വരെ ആവാം എന്നുള്ളതാണ് അല്ലേ? മാക്സിമം എന്ന് പറയുന്നത് ബാങ്കിങ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ മാക്സിമം 10ഉം, അതുപോലെ തന്നെ വേറെ ബാങ്കിങ് അല്ലാത്ത വേറെ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം 20 ആ ഒരു കൗണ്ട് നമുക്ക് എന്താണ് നമ്മുടെ നമ്പർ ഓഫ് പാർട്ട്നേഴ്സിൽ പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ മിനിമം 2 പേര് വേണം. നമുക്കറിയാം ഒരാളുണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് അല്ല. ഓക്കെ, മിനിമം 2 പേര് വേണം. മാക്സിമം ബാങ്കിങ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ 10ഉം, അതർ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ 20ഉം. ഓക്കെ അല്ലേ? ഇതാണ് ഫസ്റ്റത്തെ ഫീച്ചർ. ഓക്കെ, 2 അത് നമ്മൾ ഫീച്ചേഴ്സിൽ ഈ ഫീച്ചർ നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുണ്ട്. എവിടെ, എന്താണ് ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുള്ള ഈ ഫീച്ചർ? ഇറ്റ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺസ് അല്ലേ? 2 or more പേഴ്സൺസ്, 2-2-ലധികമോ ആൾക്കാർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അപ്പം ഫസ്റ്റത്തെ ഫീച്ചർ എന്തെന്നാണ്? നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്. മിനിമം 2 ആൻഡ് മാക്സിമം ബാങ്കിങ് കമ്പനി ആണെങ്കിൽ 10 ആൻഡ് അതർ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ 20. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. രണ്ടാമത്തത് അഗ്രിമെൻറ്റ്. അതായത് നമ്മൾക്കറിയാം 2 ആൾക്കാർ തമ്മിൽ അല്ലേ, ഇപ്പം ഇത് നമ്മൾ റിയൽ ലൈഫിലോട്ടൊന്ന് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഉമ്മയും ഉപ്പയൊക്കെ കല്യാണം കഴിക്കുന്ന സമയത്ത് അവർ ആദ്യം തന്നെ പരസ്പരം കണ്ട് സംസാരിച്ചിട്ടൊക്കെ അല്ലേ ഈ ഒരു കല്യാണം എന്ന് പറഞ്ഞ പ്രോസസ്സിലൊക്കെ എത്തുന്നത്. അതുപോലെ തന്നെ ഈ പാർട്ട്നേഴ്സ് തമ്മിൽ എന്താവും? അവരൊരു അഗ്രിമെൻ്റ് ഉണ്ടാവും, ഒരു റിട്ടേൺ അഗ്രിമെൻറ്റ്. അതായത് 2 ഡിഫറെൻ്റ് ആൾക്കാരാണ്. നമുക്കറിയാം മനുഷ്യന്മാർ 2 ആൾക്കാരും 2 സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും. അപ്പം ഭാവിയിൽ അവർ തമ്മിൽ എനിക്ക് ഇത്ര പൈസ തന്നില്ല, സാലറി എനിക്ക് തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ? ആ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ തമ്മിൽ ഒരു റിട്ടേൺ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു റിട്ടേൺ അഗ്രിമെന്റ് വെക്കും അല്ലേ? അപ്പോൾ ആ അഗ്രിമെന്റ് വെച്ചിട്ട് നമ്മൾ അഗ്രിമെന്റ് സൈൻ ചെയ്താൽ നമുക്ക് എന്തുണ്ടാവും?
അതിന് ആ അഗ്രിമെൻറ്റ് വാലിഡായി മീൻസ് നമുക്ക് അഗ്രിമെൻറ്റ് പ്രകാരം എല്ലാ കാര്യങ്ങളും നമുക്കൊരു തീരുമാനമായിട്ട് വരും. അതായത് ഇപ്പോൾ ഒരാൾ പറയുകയാണ് എനിക്ക് സാലറി തന്നിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ ഒരു അഗ്രിമെൻറ്റ് എടുക്കും, ഇതിൽ നിനക്ക് സാലറി ഇല്ല നമ്മൾ എഴുതി ഒപ്പിട്ടതല്ലേ എന്നൊരു വർത്താനം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സാലറി കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പം അവിടെ ഒരു റിട്ടേൺ അഗ്രിമെന്റ് നിർബന്ധമാണ്. നമ്മളെല്ലാവരും പഠിച്ചതാണ്. ഇതിന്റെ വേറൊരു പേരാണ് പാർട്ണർഷിപ്പ് ഡീഡ് അല്ലേ. അപ്പോൾ ഈ റിട്ടേൺ അഗ്രിമെന്റിനാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയാം. അപ്പോൾ രണ്ടാമത്തെ ഫീച്ചർ അഗ്രിമെന്റ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡ്. ഓക്കെ, പാർട്ണർഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ ആൻ അഗ്രിമെന്റ് ഓറൽ ഓർ റിട്ടേൺ. എന്താ ഈ ഓറൽ ഓർ റിട്ടേൺ എന്ന് പറഞ്ഞാൽ? റിട്ടേൺ നമുക്കറിയാം എഴുത്താലുള്ളത് അല്ലെ, നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ഒരു അഗ്രിമെന്റ്. വാട്ട് യു മീൻ ബൈ ഓറൽ? ഓറൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഞാനിപ്പം പറയുന്ന പോലെ സംസാരം അല്ലെ, നമ്മൾ വാക്കാല പറഞ്ഞു വെക്കൂലേ? ഈ വാക്കാല പറഞ്ഞു വെക്കുന്നതും എഴുതിയിട്ട് വെക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? വാക്കാല പറഞ്ഞു വെക്കുന്നത് ചിലപ്പം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആളെന്താ നൈസായിട്ട് സ്കൂട്ടാവും. പക്ഷേ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലോ അയാൾ അങ്ങനെ പറഞ്ഞാലും അയാൾ എഴുതിയത് അവിടെ റിട്ടേൺ ആയിട്ട് രജിസ്റ്റേർഡ് ആയിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഈ പറഞ്ഞ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്ന ഈ അഗ്രിമെന്റ് റിട്ടേൺ ആവാം അല്ലെങ്കിൽ ഓറൽ ആവാം. പക്ഷേ നമ്മളൊരു ബിസിനസ് നടത്തുകയാണെങ്കിൽ നമ്മൾ ഏത് ടൈപ്പാടെ വെക്കുള്ളൂ? റിട്ടേൺ അല്ലേ വെക്കുള്ളൂ. സോ കോമൺലി യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണ്? റിട്ടേൺ ആണ്. ഓക്കെ, അപ്പം ഫ്യൂച്ചർ ഡിസ്പ്യൂട്ട്സ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഭാവി പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിട്ടേൺ അഗ്രിമെന്റ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് റിട്ടേൺ അഗ്രിമെന്റ് ഈസ് ഈക്വൽ ടു പാർട്ണർഷിപ്പ് ഡീഡ്. ഇപ്പോൾ കോമൺലി യൂസ് ചെയ്യുന്നത് റിട്ടേൺ അഗ്രിമെന്റ് ആണ്. അപ്പം രണ്ടാമത്തെ ഫീച്ചർ അഗ്രിമെന്റ്. ഓക്കെ, എന്താണ്? പാർട്ണർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ അഗ്രിമെന്റ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ്. ഇനി മൂന്നാമത്തെ നമ്മുടെ ഫീച്ചർ ബിസിനസ് അല്ലേ. ബിസിനസ് നമ്മൾ നടത്തുന്നത് ഒരു ഇന്ത്യയിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെന്ന് വിചാരിച്ചോ. നമുക്കത് പാർട്ണർഷിപ്പ് എന്നുള്ള രൂപത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന പാർട്ണർഷിപ്പ് ആക്ടിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. കാരണം അങ്ങനെ ഇല്ലീഗലായിട്ടുള്ള ബിസിനസ് നടക്കുമ്പോൾ തന്നെ നമ്മുടെ പോലീസുകാർ വന്ന് നമ്മളെ പൊക്കിക്കൊണ്ടുപോകും, ഉറപ്പല്ലേ? അപ്പം അങ്ങനത്തെ ഒരു ബിസിനസ് നമ്മളെ പാർട്ണർഷിപ്പ് ആക്ടിൽ പറ്റൂല. അപ്പം നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന ഒരു ഫീച്ചറിൽ അവർ മെൻഷൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ: ഇറ്റ് മസ്റ്റ് ബി എ ലോഫുൾ ആൻഡ് പ്രോഫിറ്റ് സീക്കിംഗ് ആക്ടിവിറ്റി. ലോഫുൾ ആയിരിക്കണം, അതായത് നിയമപ്രകാരം നടത്താൻ പറ്റുന്ന ബിസിനസ് ആയിരിക്കണം നമ്മൾ ഈ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടത്തേണ്ടത്. അല്ലാതെ ഇമ്മോറൽ ട്രാഫിക്കിങ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡ്രഗ്സിന്റെ ബിസിനസ്, ഇങ്ങനത്തെ ഇല്ലീഗൽ ആയിട്ടുള്ള ബിസിനസ് ഒന്നും നമ്മളെ ഇതിൽ നടത്താൻ പാടില്ല. പ്രോഫിറ്റ് അല്ലെങ്കിൽ ഈ പാർട്ണർഷിപ്പിന്റെ കീഴിൽ നടത്താൻ വേണ്ടിയിട്ട് പറ്റൂല. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഇത് പ്രോഫിറ്റ് സീക്കിംഗ് ആക്ടിവിറ്റി ആയിരിക്കണം എന്ന് പറഞ്ഞു. എന്താ ഈ സീക്കിംഗ് എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ പറഞ്ഞു ഡെഫിനേഷനിൽ വിച്ച് ഏൺസ് പ്രോഫിറ്റ് എന്നുള്ളത് അല്ലേ. അപ്പം ഒരു ഡൗട്ട്, ഈ പ്രോഫിറ്റ് സീക്ക് ചെയ്യുന്നില്ലെങ്കിലോ, നമ്മൾ പ്രോഫിറ്റ് ആഗ്രഹിക്കുന്നില്ലെങ്കിലോ, അപ്പം നമ്മളെ കമ്പനീൻ്റെ വകുപ്പ് മാറും. വിച്ച് മീൻസ് നമ്മൾ പ്രോഫിറ്റ് ഉദ്ദേശിക്കാത്ത രൂപത്തിൽ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതിന്ന് പറയുന്ന പേരാണെന്ത്? ചാരിറ്റി അല്ലേ. ചാരിറ്റി, നോൺ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പം ഈ ചാരിറ്റി ആയിട്ട് മാറും. അപ്പം ചാരിറ്റി ഒരിക്കലും ഒരു പാർട്ണർഷിപ്പിന്റെ കീഴിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. കാരണം പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഓറിയന്റഡ് ആയി നടത്തുന്ന ലോഫുൾ ബിസിനസ് മാത്രം കൊണ്ടുപോകാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ അല്ലേ? അപ്പം മൂന്നാമത്തെ ഫീച്ചർ ബിസിനസ്. 4 ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്. ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുമ്പം നമ്മൾ റിയൽ ലൈഫിലോട്ടൊന്ന് കിടക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു പാർട്ട്നേഴ്സ്, നമ്മുടെ ഉമ്മ ഉപ്പ അല്ലെങ്കിൽ അച്ഛൻ അമ്മ അല്ലെ, ഇവരൊക്കെ പ്രോഫിറ്റ് ഷെയറിങ്. അതുപോലെ തന്നെ റിയൽ ലൈഫിൽ അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പരസ്പരം ഷെയർ ചെയ്യൂലേ. ദാറ്റ്സ് ഇറ്റ്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഷെയറിങ്, അതായത് ഈ ബിസിനസ്സിൽ ഉണ്ടാവുന്ന പ്രോഫിറ്റ് ആവട്ടെ ലോസ് ആവട്ടെ, ഇറ്റ് ഷുഡ് ബി ഷെയർഡ് അമംഗ് ദ പാർട്ട്നേഴ്സ്. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഷെയർ ചെയ്യണം. അത് മെയിൻ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. ഓക്കെ, അപ്പം എങ്ങനെ ഏത് റേഷ്യോയിൽ ഇപ്പോൾ ഒരു 10,000 രൂപ പ്രോഫിറ്റ് കിട്ടി, അവിടെ 2 ആൾക്കാരുണ്ട്, അവരെങ്ങനെ അത് വീതിച്ചെടുക്കും എന്നുള്ള കാര്യങ്ങളല്ലേ, അതൊക്കെ എവിടെ ഉണ്ടാവുക? അപ്പോൾ ഒരാൾക്ക് ഒരു 2,000 ഒരു 8,000 ആയിട്ട് വീതിച്ചെടുത്തു. അപ്പോൾ 2,000 കിട്ടുന്ന ആൾക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് കുറച്ച് കുറഞ്ഞു പോയില്ലേ എന്നൊരു തോട്ട് പ്രോസസ്സ് വരൂലേ. ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ നമ്മൾ വീതിച്ചെടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻപേ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക? നമ്മളെ പാർട്ണർഷിപ്പ് ഡീഡിൽ അല്ലേ. പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് ഒരു പ്രോഫിറ്റ് കിട്ടിയാൽ 50% എനിക്ക് അല്ലെങ്കിൽ 50% നിനക്ക്. ആ ഒരു രൂപത്തിൽ അവർ പ്രോപ്പർലി ഈക്വൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക റേഷ്യോയിലാണെങ്കിൽ പ്രത്യേക റേഷ്യോയിൽ നമുക്കിത് വീതിച്ചെടുക്കാം എന്നുള്ള കാര്യം മുമ്പേ അവർ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും ഇല്ലേ. അപ്പം ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ: പ്രോഫിറ്റ് ഷെയർസ് ആസ് പെർ അഗ്രീഡ് റേഷ്യോ. Profit shared as per agreed ratio. Agreed ratio means the ratio which is shown in
അഗ്രിമെന്റ് ഡീഡ് അല്ലെങ്കിൽ അഗ്രിമെന്റ് ഓർ ഡീഡ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഡീഡ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഡീഡിൽ നമുക്ക് റേഷ്യോസ് ഉണ്ടാവും, അത് പ്രകാരമായിരിക്കണം പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഷെയർ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഇനി ഇതിൽ നമുക്ക് കുറച്ചായിട്ട് പഠിക്കുന്ന ഒരു കാര്യം ഇതിൽ പറയുന്നുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്, നമുക്കത് നോക്കാം. അതിന് മുന്നേ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. ഇഫ് നോ അഗ്രിമെന്റ്, നമ്മൾ അഗ്രിമെന്റിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും പറയുന്നില്ല. ഓക്കെ, പ്രോഫിറ്റിനെ കുറിച്ച് നമ്മൾ പ്രത്യേകം അഗ്രിമെന്റിൽ പറയുന്നില്ല, വിച്ച് മീൻസ് നമ്മൾ ഇത്ര പെർസെൻറ്റേജ് നിനക്ക്, ഇത്ര പെർസെൻറ്റേജ് എനിക്കൊന്നും അവർ പറയുന്നില്ല. അങ്ങനെയെങ്കിൽ ദ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഷുഡ് ബി ഷെയർ ഈക്വലി, പകുതിയായിട്ട് എന്താക്കണം, വീതിച്ചെടുക്കണം. ഈക്വലി ഒരാൾക്ക് കിട്ടുന്ന അതേ തുല്യമായിട്ടുള്ള ആ ഒരു എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് തന്നെ ആർക്കും വീതിച്ചു കൊടുക്കണം, നമ്മളെ ഓപ്പോസിറ്റ് പാർട്ടിക്കും അല്ലെങ്കിൽ പാർട്ട്ണറിനും വീതിച്ചു കൊടുക്കണം. ഓക്കെ അല്ലേ? ലോസസോ വീതിച്ചു കൊടുക്കണം. ലോസസ് ആർ ഓൾസോ ഷെയർഡ് ഇൻ ദ സെയിം റേഷ്യോ. ലോസസും എന്താക്കണം, ആ ഒരു സെയിം റേഷ്യോയിൽ തന്നെ നമ്മൾ വീതിച്ച് കൊടുക്കണം. ഓക്കെ ആണോ? അപ്പം നമ്മൾ 4 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഒന്ന്, നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് മിനിമം 2, മാക്സിമം ബാങ്കിങ് കമ്പനി ആണെങ്കിൽ 10, ഇനി അതല്ല അതർ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ 20. രണ്ടാമത് നമ്മൾ പറഞ്ഞത് അവിടെ ഡീഡ് വേണം, പാർട്ണർഷിപ്പ് ഡീഡ് വേണം. ഡീഡ് എന്ന് പറഞ്ഞാൽ ദ അഗ്രിമെന്റ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് വിച്ച് ക്യാൻ ബി ഇൻ ഓറൽ ഓർ റിട്ടൺ. അത് എഴുതി വെച്ചിട്ടുള്ളതാവാം അല്ലെങ്കിൽ വാക്കാല പറഞ്ഞിട്ടുള്ളതാവാം. മോസ്റ്റ്ലി കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് എഴുതി വെച്ചിട്ടുള്ളതാണ്. മൂന്നാമത്തത് ബിസിനസ് എന്തായിരിക്കണം? ലോഫുൾ ആയിരിക്കണം ആൻഡ് പ്രോഫിറ്റ് സീക്കിംഗ് ആക്ടിവിറ്റി ആയിരിക്കണം. അല്ലേ? നിയമപ്രകാരം നടപ്പിലാക്കാൻ പറ്റുന്നതായിരിക്കണം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിയമപ്രകാരം നടത്താൻ പറ്റുന്നത് മാത്രമാവാൻ പാടുള്ളൂ. പ്രോഫിറ്റ് സീക്കിങ്ങും ആയിരിക്കണം, പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ളതായിരിക്കണം. ആൻഡ് നാലാമത്തത് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷുഡ് ബി ഷെയർ എമംഗ് ദ പാർട്ട്നേഴ്സ് in agreed ratio or equally. If no agreement, it should be shared in equally. That's it. ഇനി അഞ്ചാമത്തത് മ്യൂച്വൽ ഏജൻസി. എന്താ ഈ ഏജൻസി എന്ന് പറഞ്ഞാൽ? ഏജൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാൾ, അല്ലേ? ഏജന്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ ഒരു പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ഒരു ഉടമസ്ഥനുണ്ടാവും, അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഏജന്റ് ഉണ്ടാവും. ഈ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ പാർട്ട്നേഴ്സ് അങ്ങോട്ടും പ്രിൻസിപ്പൾ ആൻഡ് ഏജന്റ് എന്നുള്ള കൺസെപ്റ്റ് അല്ല. ഈച്ച് പാർട്ണർ ആർ മ്യൂച്വലി ഏജൻസി. നമ്മൾ പണ്ടൊക്കെ ഫേസ്ബുക്കിൽ കാണില്ലേ മ്യൂച്വലി ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലേ? എന്താ മ്യൂച്വലി ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ? 2 പേർക്കും ഒരുപോലെ ഫ്രണ്ട് ആയിട്ടുള്ള ആൾക്കാർ, അതല്ല എൻ്റെ മീനിങ്. അതുപോലെ തന്നെ ഈ ഏജൻസി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ എയും ബി എന്ന് പറഞ്ഞൊരു പാർട്ട്നേഴ്സ് ഉണ്ട്. എ ബിൻ്റെ ഏജന്റാണ്, ബി എന്റെ ഏജന്റാണ്. ഓക്കെ, അവർ 2 പേരുടെയും കോമൺ ആയിട്ടുള്ള അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട് വേണം വർക്ക് ചെയ്യാൻ. ഇപ്പോൾ എ തീരുമാനിക്കുകയാണ് ഈ ബിക്ക് അധികം ലാഭമൊന്നും വേണ്ട, നഷ്ടം മതി എന്ന് വിചാരിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും? ഇല്ല. കാരണം അവിടെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ 2 പേർക്കും കിട്ടും. അപ്പം മ്യൂച്വലി അവരെന്താണ്? ഏജന്റുമാരാണ്. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മുടെ ക്ലാസ് ഇപ്പോൾ അത്യാവശ്യം ലെങ്തി ആയിട്ട് കയറി പോയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിന് ഈ ഒരു ഭാഗം, നമ്മൾ ഇൻട്രൊഡക്ഷൻ ഭാഗം നമ്മൾ 2 എപ്പിസോഡായിട്ട് എന്താക്കുന്നുണ്ട്, നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ വരെയുള്ളൂ. ഓക്കെ, താങ്ക് യു ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ദ എപ്പിസോഡ് നമ്പർ 2. ഓക്കെ.